ഹായ് ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ കൂരകമാണേ. കൂരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ റാഗി പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയുന്നത്. നമുക്കിവിടെ ഇത് കൂരകം എന്നാണ് പറയുന്നത്. ഇത് ഞാൻ കുറുക്കി പിള്ളേർക്ക് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന, അന്നേരം പാലിന് ചെന്നപ്പം പാല് കിട്ടിയില്ലേ. എന്നാൽ ഇത് ഈ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ച്. അവധിയൊക്കെ അല്ലേ, പിള്ളേരെപ്പോഴും വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് ഒരു 3-4 മണിക്കൂറേ കുതിർത്തിട്ടുള്ളേ. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിട്ട് കഴുകി വാരി മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് ഇച്ചിരി വെള്ളവും കൂടെ കൂട്ടി നല്ലതായിട്ട് അരച്ച് നമ്മുടെ അരിപ്പയ്ക്കകത്ത്, പാലരിക്കുന്ന അരിപ്പയ്ക്കകത്ത് അരിച്ചൊഴിച്ച്, എന്നിട്ട് അത് അടുപ്പിൽ കുറുക്കാൻ വെച്ച്, അന്നേരം ആ കൂട്ടത്തിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. പഞ്ചസാരയ്ക്ക് പകരം നമ്മുടെ ശർക്കരയാണ് ഒന്നും കൂടെ നല്ലത്. എൻ്റെ ശർക്കര ഇല്ലാത്ത കാരണമാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. നല്ലതായിട്ടൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ ഈ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമ്മളെ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. ഇതിൻ്റെ അടി പെട്ടെന്ന് അങ്ങ് കട്ടയാവും. ഇതെനിക്ക് കുറുകി വന്നപ്പം കട്ട പിടിച്ചായിരുന്നു. ഇതുപോലെ കട്ട പിടിച്ചിരിക്കുമായിരുന്നു. ഞാൻ അതിനോർത്ത് തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നോർത്താണ് ഇരുന്നത്. പക്ഷെ അത് നല്ലതായിട്ട് ഞാനൊന്ന് ഇളക്കി, ആ തവിയും കൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കിയപ്പോഴത്തേക്കിനും ഇത് നല്ല സൂപ്പറായിട്ട് വന്നു. മിക്സിക്കകത്തിട്ട് അടിക്കേണ്ട കാര്യം വന്നില്ല. അങ്ങനെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് എണ്ണയൊന്നും തടവിയില്ലേ. എണ്ണയൊന്നും തടവാതെ ചുമ്മാ അങ്ങ് കോരി ഒഴിച്ചതാണ്. ഇത് ഇനി തണുത്തിട്ട് എടുക്കാമെന്നോർത്ത്. ഇത് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട കാര്യമില്ല, വെളിയിൽ തന്നെ വെച്ച് ഇത് പെട്ടെന്നങ്ങ് സെറ്റായി കിട്ടും. പക്ഷേ ഞാൻ ഒരു ഗുമ്മ് കിട്ടട്ടെന്നോർത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച്, തണുക്കുമ്പം നമുക്ക് കഴിക്കാനായിട്ടൊരു സുഖമല്ലേ, അതിന് വേണ്ടി വെച്ചതാണേ. അങ്ങനെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കുറച്ച് നേരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റൊന്നും വെച്ചില്ല. എടുത്തപ്പം നല്ല കട്ടയ്ക്ക് കിട്ടി. ഇനി ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മുടെ അലുവ കഷ്ണമൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ ആടത്തില്ല, അതിനേക്കാളും നല്ലതായിട്ടാണ്. നല്ല ഒരു ക്രീമി പരുവാണ്. ഇതിനകത്ത് ഏലക്കയൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. അതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ഇതും കൊണ്ട് കൂടുതലൊന്നും ഉണ്ടാക്കത്തില്ല, ഇങ്ങനെ കാച്ചി കുടിക്കത്തുള്ളൂ. കുറുക്ക് കാച്ചി കുടിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എടുത്തപ്പം കണ്ടോ നല്ല സൂപ്പറായിട്ട് വരുന്നത് കേട്ടോ. പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.